2 ദിവസമായിട്ട് ഈ കടത്തനാട് സൊസൈറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് പുറത്തു വരുന്നത്. അന്ന് ഈ വയോധികൻ ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് പുറം ലോകം അറിയുന്നത്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ തട്ടിപ്പിനെതിരെ കൂടുതൽ നിക്ഷേപകർ അതുമായി രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു നിക്ഷേപകൻ കൂടി പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ കടത്തനാട് സൊസൈറ്റി തട്ടിപ്പിൽ നിക്ഷേപകരെ ഭീഷണിപ്പെടുത്തി സൊസൈറ്റി ഭാരവാഹി സൊസൈറ്റി പ്രസിഡന്റ് ബഷീർ അഹമ്മദാണ് നിക്ഷേപകരെ പരാതി നൽകുന്നതിൽ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത്. അതായത് ഈ പോലീസിൽ പരാതി നൽകിയാൽ പണം തിരികെ ലഭിക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നാണ് ഭീഷണി. സർക്കാർ സ്ഥാപനമെന്നും പണം സർക്കാർ തരുമെന്നും വ്യാജ വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. ഈ ബഷീർ അഹമ്മദിന്റെ ശബ്ദ സന്ദേശം കൈരളി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. അതൊന്ന് കേൾക്കാം. പോലീസിൽ പരാതി കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പരാതി കൊടുത്താൽ നമ്മളവിടെ വിളിപ്പിക്കും. അപ്പം പനയും വിളിപ്പിക്കും, നിങ്ങളെയും വിളിപ്പിക്കും. എന്നിട്ട് നമ്മളോട് അവിടെ പോലീസ് അവിടുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പം നമ്മൾക്ക് പറയാനുള്ളത് നമ്മളും പറയും. കൊടുത്തു കഴിഞ്ഞാൽ പൈസ വല്ലാതെ ഡിലേ ആവും. കൊടുക്കാതിരുന്നാൽ പിന്നെ നമ്മൾ എങ്ങനെ എന്തെങ്കിലും ഇടപെട്ടിട്ട് പൈസ കുറച്ച് കൊടുക്കാനുള്ള പദ്ധതി നമ്മളിങ്ങനെ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ബ്ലോക്ക് ആവും. പിന്നെ ഒന്നും കൊടുക്കില്ല. പിന്നെ കേസ് വിധിയാകുന്നത് വരെ കാക്കേണ്ടി വരും. പിന്നെ അതാണ്ടാകുക. പിന്നെ ഒരു 10-15 കൊല്ലം കേസ് ഇങ്ങനെ നടക്കും. അന്നേരം പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ പൈസ തരാൻ പിന്നെ നിങ്ങൾ കോടതിയിൽ പോയി കേസ് പിൻവലിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കോടതി ചിലവൊക്കെ സൊസൈറ്റി ആകുന്നേരം എന്ത് ചെയ്യുന്ന വെച്ചാൽ സൊസൈറ്റിയിൽ നിന്ന് ആ ചിലവൊക്കെ ഇതിൽ നിന്ന് കഴിക്കും. ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമല്ലേ, ഇത് നമ്മളെ സ്വന്തം ഒരു കമ്പനി ഒന്നല്ല ഇതായിരുന്നു എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കി. ഇത് അവസാനം എന്താ ഉണ്ടാകുന്ന വെച്ചാൽ ഗവൺമെന്റ് ഏറ്റെടുക്കലാണ് ഉണ്ടാകുക. ഇന്നേ ദിവസം നിങ്ങളെ പൈസ ഫുള്ളങ്ങ് തരാൻ കഴിയുമെന്ന് പറയാൻ കഴിയണം. അതിപ്പം കഴിയില്ല. അതല്ലാതെ നമുക്ക് പിന്നെ ഡേറ്റിൽ കൊടുക്കാനാവുമെന്നൊന്നും പറയാനും ഒന്നും ആവില്ല. പിന്നെ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടും കാര്യമില്ല. ഈ വലിയ രീതിയിലുള്ള ആരോപണമാണ് ഈ കടത്തനാട് സൊസൈറ്റിക്കെതിരെ പുറത്തു വരുന്നത്. അതായത് ഇത് സർക്കാർ സ്ഥാപനമാണ്, പണം സർക്കാർ നൽകുമെന്നും ഒക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയാണ് ഈ ആൾക്കാരെ പറ്റിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ വിവരങ്ങളുമായി ലതീഷ് കൂടി ചേരുന്നുണ്ട്. ലതീഷ്, ഗുഡ് മോർണിംഗ്. ലതീഷ്, ഈ കടത്തനാട് സൊസൈറ്റിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഈ ദിവസം ചെല്ലും തോറും പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ കൂടുതൽ നിക്ഷേപകർ രംഗത്ത് വന്നിരുന്നു. ഈ വയോധികൻ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് പുറം ലോകം അറിഞ്ഞത്. അന്ന് ആത്മഹത്യ ചെയ്ത അദ്ദേഹത്തിന് ഏകദേശം 75 ലക്ഷത്തോളം രൂപയാണ് അന്ന് നഷ്ടമായത്. ഇപ്പോൾ ഈ സൊസൈറ്റി ഭാരവാഹികൾ ഈ നിക്ഷേപകരെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശമാണ് നമ്മൾ കേട്ടത്. അതിൽ പറയുന്നത് സർക്കാർ സ്ഥാപനമാണ്, സർക്കാർ ഏറ്റെടുത്തുകൊള്ളും, എന്ത് വന്നാലും സർക്കാർ പണം നൽകും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയാണ് ഈ നിക്ഷേപകരെ ഈ സൊസൈറ്റി ഭാരവാഹികൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതും ഈ പോലീസിൽ പരാതി നൽകുമെന്നൊക്കെ പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഭീഷണി വരുന്നത്. അവന്തിക, നൂറുകണക്കിന് പേർക്കാണ് കടത്തനാട് ലേബർ സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചതിൻ്റെ ഭാഗമായി പണം നഷ്ടമായിരിക്കുന്നത്. 3.5 കോടിയിലധികം രൂപ ബാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സർക്കാർ ഓഡിറ്റിലാണ് ഇത്തരം കണ്ടെത്തലുള്ളത്. എന്തായാലും ഇത്തരം പണം നഷ്ടപ്പെട്ട നിക്ഷേപകർ പണം ആവശ്യപ്പെടുമ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു ഭീഷണിയും അതേപോലെ തന്നെ വാഗ്ദാനവും നൽകിക്കൊണ്ട് അവരെ പോലീസിൽ പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് നിലവിലെ ഭരണസമിതി ചെയ്യുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം DCC സെക്രട്ടറിയുടെ മുൻ സൊസൈറ്റി ഭാരവാഹിയായ സുധീർ കുമാറിൻ്റെ വീട്ടിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത ഇബ്രാഹിം ഹാജി മാത്രമാണ് പോലീസിൽ പരാതി നൽകിയ ആൾ. എന്നാൽ നിരവധി ആളുകൾ, നൂറുകണക്കിന് പേർ പണം നഷ്ടമായ ആളുകളുണ്ട്. അവർക്കെല്ലാം ഇത്തരത്തിലുള്ള ഭീഷണിയും വാഗ്ദാനവും നൽകി അവരെ പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് നിലവിലെ ഭരണസമിതി. ബഷീർ അഹമ്മദ് നിലവിലെ പ്രസിഡന്റാണ്. അദ്ദേഹമാണ് ഒരു കുടുംബത്തോട് പറയുന്ന പണം തിരിച്ചു നൽകണം, തങ്ങളുടെ നിക്ഷേപം ആവശ്യപ്പെട്ട കുടുംബത്തോട് സംസാരിക്കുന്ന ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടത്. അൻവർ ഹുസൈൻ അയനിക്കാട്, ഇന്നലെ ഈ കുടുംബത്തിൻ്റെ അൻവർ ഹുസൈൻ്റെ മകളും അതേപോലെ തന്നെ അൻവർ ഹുസൈനും ഇവർ ഭീഷണിപ്പെടുത്തുന്നു എന്നും അതേപോലെ തന്നെ മർദ്ദിച്ചുവെന്നും
ഈ ബഷീർ അഹമ്മദ് തങ്ങളെ മർദ്ദിച്ചുവെന്നും പണം തിരികെ ആവശ്യപ്പെട്ട ഘട്ടത്തിൽ മർദ്ദിച്ചുവെന്നും വെളിപ്പെടുത്തുന്ന വാർത്ത നമ്മൾ നൽകിയിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ പണം ആവശ്യപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ഭീഷണി കൂടി ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരാത്തത് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും അതേപോലെ തന്നെ സർക്കാർ പണം നൽകും എന്നുള്ള വാഗ്ദാനം നൽകിയുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിരവധി ആളുകൾക്ക് പണം നഷ്ടമായിട്ടുണ്ട്. 3.5 കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് 3.5 കോടിയിലേറെ രൂപ നിക്ഷേപകർക്ക് നൽകാനുണ്ട് എന്നാണ് സഹകരണ വകുപ്പിൻ്റെ പരിശോധനയിൽ തന്നെ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും വലിയ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് UDF-ന്റെ സഹകരണ സംഘം നടത്തിയെന്ന് തന്നെയാണ് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് ലതീഷ്, ഒരു ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും ഈ സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പലരുമുണ്ട്. അവരൊക്കെ ഇന്ന് ഈ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ UDF-ന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള ഇതിനെതിരെ ഒരു അറിയിപ്പും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരം വലിയൊരു കേസ് പുറം ലോകം അറിയുമ്പോൾ ഇതിനെതിരെ വലിയ വാർത്തകളൊക്കെ വരുമ്പോൾ ഒരു പ്രതികരിക്കേണ്ട ഒരു മര്യാദയെങ്കിലും ഉണ്ട്. അത്തരത്തിലൊരു പ്രതികരണം പോലും ഉണ്ടായിട്ടില്ല. പ്രസിഡന്റ്, സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റ്, DCCയുടെ ജനറൽ സെക്രട്ടറി സുധീർ കുമാർ അദ്ദേഹത്തെ നേരത്തെ തന്നെ നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് DCC ഇതിൽ നിന്നും കൈ കഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും തന്നെ ഈ പണം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നില്ല. ആകെ ഇവർ പറയുന്നത് ഇത് സർക്കാർ ഏറ്റെടുക്കും, സർക്കാർ ബാധ്യത നിർവഹിക്കും, ഒപ്പം നിങ്ങൾ കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ 10-15 വർഷം എടുത്താൽ മാത്രമേ ഈ പണം തിരികെ ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും സ്വർണം വെച്ചും സ്ഥലം വിറ്റും എല്ലാമാണ് പലരും നിക്ഷേപം നടത്തിയിരിക്കുന്നത്. അവർ ആ പണം തിരികെ ലഭിക്കാനായി സൊസൈറ്റിയെ സമീപിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഭീഷണിയും അതേപോലെ തന്നെ വാഗ്ദാനവും നൽകിക്കൊണ്ട് പരാതിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നൊരു സമീപനം ഈ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. എങ്കിലും പരാതിക്കാർ രംഗത്ത് വരാതിരിക്കാനുള്ള കാരണം ഇത്തരത്തിലുള്ള ഭീഷണിയും വാഗ്ദാനവും നൽകി അവരെ പിന്തിരിപ്പിക്കുന്നു എന്നത് തന്നെയാണ്. അവന്തിക, അതായത് അന്ന് ഈ നിക്ഷേപൻ ആത്മഹത്യ ചെയ്ത സംഭവത്തെ തുടർന്ന് ഈ സഹകരണ വകുപ്പ് മന്ത്രി M. ലിജു പറഞ്ഞിരുന്നത് അതെന്താണ്, റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ്. എന്നാൽ അത്തരത്തിലൊരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതും കൂടാതെ തന്നെ ഓരോ ദിവസം ചെല്ലും തോറും കൂടുതൽ പേർ രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ പരാതിയുമായി രംഗത്ത് വരുന്നവർ തന്നെ നമ്മളോടുൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ച പരാതിക്കാരും തന്നെ നിലവിൽ പോലീസിൽ പരാതി നൽകിയില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. അത് ഇത്തരത്തിലുള്ള ഭീഷണിയും ഇവർക്ക് ഈ പണം തിരികെ നൽകും അല്ലെങ്കിൽ സർക്കാർ സംവിധാനമാണിത്, സർക്കാർ തന്നെ പണം തിരികെ നൽകും എന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അവരെ പിന്തിരിപ്പിക്കുന്ന ഒരു സമീപനം കൂടി ഈ സൊസൈറ്റി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പരാതിയുമായി ആൾക്കാർ രംഗത്ത് വരാത്തത്, നിക്ഷേപകർ രംഗത്ത് വരാത്തത്, പണം നഷ്ടമായവർ രംഗത്ത് വരാത്തത് സൊസൈറ്റി അധികൃതരുടെ ഭീഷണിയും അവർ ഇത്തരത്തിലുള്ള വാഗ്ദാനവും നൽകി അവരെ പിന്തിരിപ്പിക്കുന്നത് കൊണ്ടാണ് എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. നടപടിയുമായി സഹകരണ വകുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്, പോലീസും മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുമ്പോഴും പോലീസ് കൂടുതൽ ഈ ഇബ്രാഹിം ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ കൂടുതൽ വകുപ്പ് ചുമത്താനോ അതേപോലെ തന്നെ ഈ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. അവന്തിക, അതായത് ലതീഷ് സൂചിപ്പിച്ചതുപോലെ ഈ നിക്ഷേപകർ ആരും തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതിനുള്ള ഈ പ്രധാന കാരണം ഈ ഭീഷണി ഭയന്നിട്ടാണോ? ഈ ഭീഷണി ഭയന്ന് അല്ലെങ്കിൽ ഇനി ഒരിക്കലും തങ്ങൾ നിക്ഷേപിച്ച ഈ പണം ലഭിക്കില്ല എന്ന് കരുതിയിട്ടാണോ? ഈ പരാതി നൽകിയാൽ ഇനി ഉള്ള തുക കൂടി പോകുമെന്നുള്ളൊരു പേടി ഈ നിക്ഷേപകർക്കുള്ളത് കൊണ്ടാണോ? അവന്തിക, അങ്ങനെ വേണം കരുതാൻ. കാരണം നിക്ഷേപകരായ നിരവധി ആളുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായി എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോഴും ഇവർ നിയമപരമായ നടപടികളിലേക്ക് പോകാൻ മടിക്കുന്നതിൻ്റെ കാരണം ഈ സൊസൈറ്റി അധികൃതർ ഈ നിലയിൽ ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ഒപ്പം സർക്കാർ പണം ഏറ്റെടുത്ത് നൽകും എന്നടക്കമുള്ള വാഗ്ദാനങ്ങൾ നൽകിയും
അവരെ പിന്തിരിപ്പിക്കുന്നത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് പണം നഷ്ടമായ നിക്ഷേപകരായ നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിട്ട് പോലും ആരും തന്നെ പോലീസിൽ പരാതി നൽകാൻ തയ്യാറാവാതിരിക്കുന്നത്. അവന്തിക. ശരി, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഈ കടത്തനാട് സൊസൈറ്റി തട്ടിപ്പുമായി നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. പലർക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ഈ സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. അതിനൊന്നും ഇപ്പോൾ ഒരു കണക്കുമില്ലാത്ത അവസ്ഥയാണ്. ഈ വയോധികൻ ആത്മഹത്യ ചെയ്ത് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് ഈ വലിയ രീതിയിലുള്ളൊരു തട്ടിപ്പ് പുറത്തു വരുന്നത്. പക്ഷേ ഈ സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് ഈ നിക്ഷേപകർ അവരെ സമീപിക്കുമ്പോൾ വലിയൊരു ഭീഷണിയുടെ സ്വരമാണ് അവർക്ക് നേരെ ഉന്നയിക്കുന്നത്. ഈ നിക്ഷേപകർ ആരും തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നതാണ് ഇവിടെ പ്രസക്തമായൊരു കാര്യം. അതിന് പ്രധാന കാരണം അവർ ഭയന്നിട്ടായിരിക്കും. കാരണം ഉള്ള തുക കൂടി പോകണ്ട എന്ന് കരുതിയിട്ടായിരിക്കും അവർ പോലീസുമായി അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകാത്തത്. കാരണം ലക്ഷങ്ങൾ ഈ സൊസൈറ്റിയിൽ നിക്ഷേപിച്ച ആൾക്കാരുണ്ട്. ഒരു ജീവിതത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ സൊസൈറ്റിയിൽ നിക്ഷേപിച്ചു. അതിൽ ഈ ആത്മഹത്യ ചെയ്ത വയോധികൻ്റെ ശബ്ദ സന്ദേശമൊക്കെ വന്നിരുന്നു. അദ്ദേഹം അതിൽ വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഈ മാസം തോറും വളരെ തുച്ഛമായ തുകയാണ് ഇദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത്. ചികിത്സാ സമയത്ത് പോലും അദ്ദേഹം ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പണം നൽകിയിരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഇനി ഉള്ള പണം കൂടി പോകേണ്ട എന്ന് കരുതിയായിരിക്കും ഈ നിക്ഷേപകർ ആരും തന്നെ പോലീസിനെ സമീപിക്കാത്തത്. എന്നിരുന്നാലും വലിയ രീതിയിലുള്ളൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ദിനംപ്രതി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ ഇനി സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്നാണ് കരുതേണ്ടത്. ഇത് UDF-ൻ്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിയാണ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല. ഇനി എന്ത് എന്നുള്ളത് കണ്ടിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം ദിവസം ചെല്ലുന്തോറും നിരവധി പേരാണ് ഈ തട്ടിപ്പിനിരയായി ലക്ഷങ്ങൾ നഷ്ടമായി മുന്നോട്ട് വരുന്നത്. ഇത് ചോദിച്ചെത്തുന്നവരെ ഭീഷണിപ്പെടുത്തുകയും ഈ ഓഫീസിനകത്ത് വെച്ച് ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു നിക്ഷേപകൻ രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പണം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ഓഫീസിൽ വെച്ച് തല്ലിയെന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ളൊരു ക്രമക്കേടാണ് കടത്തനാട് സൊസൈറ്റിയുടെ പേരിൽ നടക്കുന്നത്.